ഹായ് മക്കൾസ്, നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിൽ ടെട്രാപോഡനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടെട്രാപോഡനെ 4 ഡിവിഷനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. ഓക്കെ, ഏവ്സ് മീൻസ് പക്ഷികൾ. ഓക്കെ, അപ്പൊ ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. അതിൽ ആംഫീബിയയുടെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ലങ്സ് അല്ലെങ്കിൽ സ്കിന്ന്. ലങ്സുമാവാം സ്കിന്നുമാവാം. തവളൊക്കെ അതിന് ഉദാഹരണമാണ്. അതിന്റെ ഹാർട്ട് ചേമ്പേഴ്സിന്റെ എണ്ണം 3 ആണ്. ഹൃദയത്തിന് 3 അറകളുണ്ട്. എന്നാൽ റെപ്റ്റൈൽസിന്റെ കേസിൽ അതിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ലങ്സ് ആണ്. മറ്റോടത്ത് ലങ്സും സ്കിന്നും ഉണ്ടായിരുന്നു, ഇവിടെ ലങ്സ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഹാർട്ട് ചേമ്പേഴ്സിന്റെ എണ്ണം എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഇനി നെക്സ്റ്റ് പക്ഷികളാണ്. പക്ഷികളുടെ റെസ്പിറേറ്ററി ഓർഗൻ വീണ്ടും എന്തെന്നെയാണ്? ലങ്സ് ആണ്. അപ്പൊ എല്ലാത്തിന്റെയും റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? ലങ്സ് ആണ്. പക്ഷേ പക്ഷികളുടെ ഹൃദയത്തിന് എത്ര ചേമ്പറുകളുണ്ട്? 4 ചേമ്പറുകളുണ്ട്. ആംഫീബിയക്കും റെപ്റ്റീലിയകൾക്കും 3 ചേമ്പറേ ഉള്ളൂ. പക്ഷേ പക്ഷികൾക്ക് എത്ര ചേമ്പറുണ്ട്? 4 ചേമ്പറുണ്ട്. പിന്നെ മെമേലിയൻസ് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരും പട്ടിയും പൂച്ചയും ആനയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം. നമ്മുടെ ലങ്സും നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശമാണ്. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. സീ യു സൂൺ.